FCK 20 ആണ്, ബി എന്ന് പറയുന്നത് 300, ഡി 400, ഡിക്ക് സ്ക്വയർ ഉണ്ട്. ഫൈനൽ ആൻസർ 0.104 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ P/FCK ആണ് ചാർട്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട P/FCK അല്ല, ചാർട്ടിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് P/FCKയുടെ വാല്യൂ വേണം. അപ്പോൾ അതിൽ നമുക്ക് P/FCK, ഇതിൽ പിയുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ പിയുടെ വാല്യൂ ചെയ്യാൻ നമ്മൾ മുന്നേ ചെയ്ത സെയിം ഇക്വേഷൻ ഉണ്ട്. P = AC × 100/B × D. AC എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ദെൻ 100/B അറിയാം, ഡി അറിയാം. നമുക്ക് ആൻസർ ഒരു 1.57% എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി P/FCK കാൽക്കുലേറ്റ് ചെയ്തൂടെ. P/FCK എന്ന് പറയുന്നത് 20. പിക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം. പി എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടി 1.57. P/FCK = 1.57 / 20, 0.078 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ഒരു ഹിൻറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ലോഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് രണ്ട് സൈഡ്സിലും, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദി 2 sides. ഓക്കെ, ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ചാർട്ട്. അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് രണ്ട് സൈഡ്സിൽ. അപ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 sides അത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ നോക്കുക, എഫ് ഐ നമുക്കുള്ള FI ആണോ എന്ന് നോക്കുക. FI ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 415 തന്നെയാണ്. ദെൻ D'/D നോക്കുക. D'/D നമുക്ക് കിട്ടിയത് 0.1 ആണ്. പക്ഷേ ഈ ഒരു ചാർട്ടിലെന്ന് പറഞ്ഞാൽ 0.05 വരുന്നതാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയത് 0.1. അപ്പോൾ ഈ ചാർട്ട് അല്ല. അപ്പോൾ ചാർട്ട് 31 അല്ല എന്ന് മനസ്സിലായി. ചാർട്ട് 32 പോവാം. അവിടെയും ഉണ്ട് റീൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 sides. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. FI 415 ആണ്, D'/D എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ചാർട്ട് എന്ന് പറയുന്നത് ചാർട്ട് 32, പേജ് നമ്പർ 117. ഇനി ഇതിൽ നമ്മൾ MU/FCK BD² കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 0.104. ഇതിൽ നിങ്ങൾ ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത AC-യുടെയൊക്കെ ഇക്വേഷൻസ് ഡയറക്റ്റ് കിട്ടുന്നതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. MU/FCK BD² വാല്യൂ എന്ന് പറയുന്നത് 1.104 ആണ്. 0.104. അതുപോലെ തന്നെ P/FCKയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.078 എന്ന് കിട്ടിയിട്ടുണ്ട്. 0.078 എന്ന് പറയുമ്പോൾ ഇവിടെ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കോഡ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കാണാം. 6, ഇത് 6, ഇത് 8. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ലൈനായിരിക്കും. 6നും 8ലും വരുന്ന ലൈനാണ് നമുക്ക് P/FCK ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം MU/FCK BD² എടുക്കുക. ആ ഒരു വാല്യൂ എന്ന് വെച്ചാൽ താഴത്തെ ആക്സിസ് എടുക്കുക. ആക്സിസിൽ നിന്ന് നേരെ നമ്മൾ ആ ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാം. ഇപ്പോൾ എനിക്ക് 0.1 ഇവിടെയാണെന്ന് വയ്ക്കുക. ഇത് 0.1 ആണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ വരയ്ക്കുമ്പോൾ ചരിഞ്ഞ് പോകുന്നതാണ്. അതായത് സ്ട്രെയിറ്റ് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും 0.1. നിങ്ങൾ അഥവാ പറ്റുന്നില്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ചാൽ ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, 0.1 ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് P/FCK 0.078 വരുന്ന വാല്യൂ ആണ്. അപ്പോൾ അതിന് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു ഏകദേശം ഐഡിയ വെച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം 0.06നും 0.08നും ഇടയിൽ വരുന്ന ഒരു ലൈൻ വേണം നമുക്ക് എടുക്കാൻ. ഇനി നമുക്ക് 0.078 വരുന്ന ഒരു ഏകദേശമുള്ള ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4, 6, 8. അപ്പോൾ ഇതിൻ്റെ ഈ 4നും 6നും 8നും ഇടയിലായിരിക്കും ആ ഒരു ഗ്രാഫ് വരുന്നത്. ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആ ലൈൻ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് PU/FCK BDയുടെ സൈഡിലോട്ട് വരച്ചാൽ മതി. ഏകദേശം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4നും 0.5നും ഒക്കെ ഇടയിലെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, മീൻസ് മിഡിലെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലൊന്നൊരു വാല്യൂ നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു യഥാർത്ഥം പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ ഗ്രാഫിൽ ഇല്ലാത്ത ഇൻ്റർപ്ലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഇൻ്റർപ്ലേറ്റ് ചെയ്ത് തന്നെ എടുത്താൽ കറക്റ്റായിട്ട് വാല്യൂ കിട്ടും. ഇനി അങ്ങനെ എടുക്കണമെന്ന് തന്നെ ഇല്ല, വേണമെങ്കിൽ എടുക്കാം.
ഇൻ്റർപ്ലേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ജസ്റ്റ് ഒരു ഇടയിലുള്ള ഒരു വാല്യൂ നോക്കി എടുത്താലും മതി. കറക്റ്റ് വാല്യൂ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇൻ്റർപ്ലേറ്റ് ചെയ്യാം. അതിനേക്കാളും ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇടയിലുള്ള ഒരു വാല്യൂ ചാർട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പി യു ബൈ എഫ് സി കെ ബി ഡി എന്ന് പറയുന്നത് ഞാൻ 0.421 ആയിട്ടാണ് എടുത്തത്. ഓക്കെ, 0.43 ആയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം അതിൻ്റെ മിഡിലല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 42 43 ആവാം. ഓക്കെ, ഇതിപ്പോൾ 0.421 എന്ന് പറയുന്നത് കറക്റ്റ് ഇൻ്റർപ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ്. ഇനി ഇതിൽ നിന്ന് പി യു കാൽക്കുലേറ്റ് ചെയ്യണം. പി യു കാൽക്കുലേറ്റ് ചെയ്യാൻ 0.421 ഇൻറ്റു എഫ് സി കെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻ ബി ഇൻറ്റു ഡി. 0.421 ഇൻറ്റു എഫ് സി കെ എന്ന് പറയുന്നത് 20 ആണ്, ബി 300, ഡി 400 ആണ് വരുന്നത്. നമുക്ക് പി യു കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ന്യൂട്ടണിൽ, ദെൻ അതിനെ ഞാൻ കിലോ ന്യൂട്ടണിലോട്ടാക്കി. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അൾട്ടിമേറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡ്. ഇത് ഫാക്ടേർഡ് ലോഡാണെന്ന് വെച്ചാൽ 1.5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ ആണ് പി യു എന്ന് പറയുന്നത്. ഇനി അൾട്ടിമേറ്റ് ലോഡല്ല, നമ്മളോട് പറഞ്ഞത് ആക്സിയൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിലുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഈ പി യു ഇല്ല, ആ പി യുവിനെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ആവശ്യമില്ല, കാരണം നമുക്ക് പറഞ്ഞേക്കുന്ന അൾട്ടിമേറ്റ് ലോഡാണ്. ആക്സിയൽ ലോഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മാത്രം പി യുവിനെ ഡിവൈഡ് ബൈ 1.5 ചെയ്താൽ നമുക്ക് ആക്സിയലി ലോഡ് കിട്ടും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് തന്നേക്കുന്ന സർവീസ് ലോഡാണോ അല്ലെങ്കിൽ വർക്കിംഗ് ലോഡാണോ ഫാക്ടേർഡ് ലോഡോ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കുക. വർക്കിംഗ് സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമല്ല, പക്ഷേ ഫാക്ടേർഡ് ലോഡാണ് എങ്കിൽ അത് 1.5 കൊണ്ട് ഇൻറ്റു ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്കുള്ള വർക്കിംഗ് ലോഡും സർവീസ് ലോഡിനെയും ഫാക്ടേർഡ് ലോഡ് ആക്കാം.